ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മളിന്ന് മൈസൂരേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 7:30 ആകുമ്പോൾ നമ്മളിവിടുന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും ടേറ്റ്സ് ഓഫ് വിനീൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 7 മണിയായപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇഷലും ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ സാധനമൊക്കെ കാറിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. ഇഷ്ടമുള്ള ഇന്ന് രാവിലെ എണീക്കാനൊന്നും മടിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ തന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ എവിടെയോ പോവുകയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആൾ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് തളിപ്പറമ്പുള്ള ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ മസാല ദോശയൊന്നും ഉണ്ടായിട്ടില്ല. മസാല ദോശയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അറൗണ്ട് ഒരു 10 മണിയൊക്കെ കഴിയും. അപ്പോൾ അച്ഛൻ ഇഡ്ഡലിയും അമ്മ പൊറോട്ടയും ഞാനും അനിയനും ഉഴുന്നുവടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായത് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ജേർണി ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. കാർ ജേർണി നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 4.5 hours ജേർണി ആയിരുന്നു മൈസൂരേക്ക് ഉണ്ടായത്. ജേർണിയിൽ ആകെ ഉണ്ടായൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഫോണിൻ്റെ റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നത് മാത്രമാണ്. അങ്ങനെ നമ്മൾ രാവിലെ 7:00 തുടങ്ങിയ യാത്രയാണിത്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കാർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ ടാറ്റേൻ്റെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കോഫിയും ബർഗറൊക്കെ കഴിച്ചിട്ടായിരുന്നു പിന്നീടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായത്. ഇതാണ് ഞാൻ പറഞ്ഞ ടാറ്റയുടെ കോഫി ഷോപ്പ്. ഇവിടെ വ്യത്യസ്ത തരം കോഫികൾ അവൈലബിൾ ആണ്. പിന്നെ ബ്രെഡ് ഐറ്റംസും ബർഗേഴ്സും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഹാഫ് ആൻ അവറിന് ശേഷം നമ്മളെ ജേർണി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 1:30 ആയപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റാണിത്. ജനത റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. മൈസൂർ എത്തുന്നതിന് മുമ്പേ ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഇഷിലുവിന് ഒരു ബേബി ചെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷിലു അതിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനും അച്ഛനും അമ്മയും വെജ് മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ബ്രദർ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ മീൽസ് വിളമ്പിയത് ഇലയിലായിരുന്നു. പയറുവറവ് ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കറിയൊക്കെ ബിലോ ആവറേജ് ആയിരുന്നു. കാരണം ഒന്നാമത് ഞാൻ അധികം എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല. കർണാടക ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായത്. കാരണം എനിക്ക് പൊതുവേ കർണാടക ഫുഡ് എനിക്ക് ഇഷ്ടമല്ല. കാരണം 2 വർഷം BEd ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ എനിക്ക് നേരത്തെ ഉണ്ട്. ഫുഡ് അത്ര പോരായിരുന്നു, പക്ഷെ നേരത്തെ കഴിച്ച ബർഗർ സൂപ്പറായിരുന്നു. അപ്പോൾ ഇവിടുന്ന് 2 ഐസ്ക്രീം വാങ്ങി നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ ഹോട്ടൽ റൂമിലെത്തി. ഹോട്ടൽ റൂം നമ്മൾ ഗോബിബോ ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ദ കോണ്ടിനെൻ്റൽ ഇൻ ആൻഡ് സ്യൂട്ട്സ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്.
ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഗോയബിബോ ആപ്പാണ്. കാരണം നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം അഫോർഡബിൾ റേറ്റ്സിന് ഗോയബിബോ ത്രൂ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫൈനലി നമ്മളെ റൂമിലെത്തി. നമ്മൾ ആദ്യം 2 എക്സിക്യൂട്ടീവ് റൂംസ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്തു ഒരു വലിയ ഫാമിലി ഡിലക്സ് റൂം എടുക്കാമെന്നുള്ളത്. കാരണം അപ്പോൾ എല്ലാവരും ഒരു റൂമിൽ തന്നെ ആവുമല്ലോ. അപ്പോൾ ഇതിൽ 2 കിങ് സൈസ് ബെഡാണ് ഉണ്ടായത്. നമുക്ക് വേണമെങ്കിൽ ആ 2 സിംഗിൾ ബെഡ് ജോയിൻ ചെയ്തിട്ട് ഒരു കിങ് സൈസ് ബെഡാക്കി മാറ്റാം. ഇതാണ് വാഷ്റൂം നല്ല സ്പേഷ്യസും നീറ്റും ആയിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തി സെറ്റായി എല്ലാ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ബൃന്ദാവൻ ഗാർഡനിലേക്കാണ്. ബൃന്ദാവൻ ഗാർഡൻ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് എറൗണ്ട് ഒരു 45 മിനിറ്റ്സിൻ്റെ ദൂരത്തിലാണുള്ളത്. ഒരു 4 കാലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ബൃന്ദാവൻ ഗാർഡനിൽ എത്തിയിട്ടുണ്ടായത്. അവിടെ അഡൾട്ടിന് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. ബൃന്ദാവൻ ഗാർഡനിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛനൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അതിനിടയിൽ നമ്മളൊരു ഹോട്ടായിട്ടുള്ള സ്വീറ്റ് കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ബൃന്ദാവൻ ഗാർഡൻ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ഒരു 4 o'clock ആകുമ്പോഴെങ്കിലും പാർക്കിലെത്തുന്ന രീതിയിൽ വേണം എത്താൻ വേണ്ടിയിട്ട്. കാരണം ഗാർഡൻ ഫുൾ എക്സ്പ്ലോർ ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് മ്യൂസിക്കൽ ഫൗണ്ടെയിൻ്റെ അവിടെ ഒരു 6 മണിയാകുമ്പോൾ പോകേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 6 മണിയാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗാർഡൻ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവില്ല. അങ്ങനെ ബൃന്ദാവൻ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് മ്യൂസിക്കൽ ഫൗണ്ടെയിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 6:15 ഒരു ഷോ, അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പിലാണ് ഷോ വരുന്നത്. മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. സമയം 6:15 ആണെങ്കിലും ഇരുട്ടാവാത്തതുകൊണ്ട് അവർ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഫൈനലി മ്യൂസിക്കൽ ഫൗണ്ടെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട്.
മോർണിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം നമ്മൾ നേരെ കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്കാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഹോട്ടൽ റൂമിലേക്കാണ്. അങ്ങനെ നമ്മൾ കാറ് കയറി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ ഹോട്ടൽ റൂമിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനാണ് പ്ലാൻ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മൈസൂർ ട്രിപ്പിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.